ഗുഡ് മോർണിംഗ്. ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പലരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം റെഡി ക്യാഷ് കൊടുക്കണ്ടല്ലോ. നമ്മൾ കാർഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എവിടെയും എന്തെങ്കിലും സാധനം കാണുമ്പോൾ വാങ്ങുക, കാർഡ് ഉപയോഗിക്കുക, പിന്നെ കൊടുത്താൽ മതി ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാർഡുകാരാണെങ്കിൽ അവർ ബില്ല് അയക്കുമ്പോൾ പറയും നിങ്ങൾ മിനിമം 5% അടച്ചാൽ മതി എന്ന് പറയും. അതിപ്പോൾ അതിൽ കുരുക്കെന്താ വെച്ചാൽ മിനിമം 5% നിങ്ങൾ അടയ്ക്കുമ്പോഴേക്കും ബാക്കിയുള്ള എമൗണ്ടിന് നിയർലി 48% പലിശ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ ബിൽ ഡേറ്റിനുള്ളിൽ തന്നെ ബില്ല് വരുമ്പോൾ അപ്പോൾ തന്നെ പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പലിശയും വരാതെ അവരുടെ ചിലവിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ. അതൊരു വല്ലാത്തൊരു ബേർഡൻ ആയിട്ട് മാറും. പലിശ വളരെ കൂടുതലാണ്. ബില്ല് വന്നാൽ ഉടനെ പൈസ അടയ്ക്കുക. ഒന്ന്. രണ്ടാമത്തെ കേസ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വേണ്ട അവസാനിപ്പിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ബാങ്കിലേക്ക് എഴുതുകയാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ലയബിലിറ്റിയും അടയ്ക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോഷറിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ അവരത് ക്ലോസ് ചെയ്തിരിക്കണം. 7 ദിവസത്തിനുള്ളിൽ കാർഡ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും 500 രൂപ വെച്ച് ആ ബാങ്കുകാർ നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് തരേണ്ടതാണ്. ഇത് റിസർവ് ബാങ്കിൻ്റെ പുതിയ റൂളാണ്. അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ ബില്ലെല്ലാം അവസാനിപ്പിച്ചു, ഇനി അതോ ബില്ലുണ്ട്, നിങ്ങൾ ക്ലോസ് ചെയ്യാൻ കൊടുത്തു, ബില്ല് എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് അടച്ചതിന് ശേഷം 7 ദിവസം, ബാലൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊടുത്ത ഡേറ്റ് മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തിരിക്കണം. ഇൻ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും 500 രൂപ വെച്ച് ബാങ്കുകാർ പിഴ നിങ്ങൾക്ക് തരേണ്ടി വരും. ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഇത് അറിയാൻ പാടാത്ത പലരുണ്ട്, അത് ക്ലെയിം ചെയ്യണം. ഇത് ബാങ്കുകാർ തരുന്നില്ലെന്നെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക. ബാങ്കിൻ്റെ മറുപടി നിങ്ങൾക്ക് ബാങ്കിൻ്റെ മറുപടി തൃപ്തികരമല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻറ്റ് എഴുതാവുന്നതാണ്. അതിലും ഓരോ ദിവസത്തിനും 500 രൂപ വെച്ച് കോമ്പൻസേഷൻ കിട്ടുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പൈസ ബില്ല് വരുമ്പോൾ തന്നെ എമൗണ്ട് അടയ്ക്കാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ബേർഡൻ ഇല്ലാതെ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള വിവരങ്ങളും നിങ്ങളിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്